മാസങ്ങളും വർഷങ്ങളുമായിട്ട് ആപ്പിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്ന പലരും ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഇടയിലുണ്ട്. ഇത്ര നാളായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടെന്നാണ് പല ആളുകളുടെയും വിചാരം. പക്ഷേ അത് വെറും വിചാരം മാത്രമാണ്. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള 10ഓളം മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സും കേബിൾസും. ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ഡിവൈസ് ഓവർ ഹീറ്റ് ആകുന്ന ഇഷ്യൂ, ഇതൊക്കെ തന്നെ നിങ്ങൾക്കൊരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രാൻഡ് ന്യൂ ഐഫോൺ വാങ്ങിയാലും അല്ലെങ്കിൽ യൂസ്ഡ് ഐഫോൺ വാങ്ങിയാലും MFI സർട്ടിഫൈഡ് കേബിൾസ് അഡാപ്റ്റേഴ്സ് മസ്റ്റായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഒറിജിനൽ അഡാപ്റ്ററും കേബിളും തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇനി ബ്രാൻഡ് ന്യൂ എടുക്കുമ്പോൾ നമുക്കറിയാം കേബിൾ അതിൻ്റെ കൂടെ ഒറിജിനൽ കിട്ടും. ഇനി ആ കേബിൾ വേണ്ട അല്ലെങ്കിൽ അത് പെട്ടെന്ന് ടാങ്കിളാകും അല്ലെങ്കിൽ ബ്രേക്ക് ആകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏത് കേബിൾസും അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ബ്രാൻഡുകളുടെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ അഡാപ്റ്റർ ഇപ്പം ആപ്പിളിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ MFI സർട്ടിഫൈഡ് അല്ലാത്ത യാതൊരു ബ്രാൻഡിൻ്റെയും കേബിൾസും അഡാപ്റ്റേഴ്സും നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങളുടെ ഡിവൈസിനുണ്ടാകുന്ന ബാറ്ററി ഹെൽത്തിൻ്റെ പ്രോബ്ലംസ്. ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് ഇപ്പോൾ ബ്രാൻഡ് ന്യൂ ഡിവൈസ് വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 97% ഒക്കെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മേ ബി നിങ്ങൾ ഉപയോഗിക്കുന്ന അഡാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ചാർജറിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ കേബിളിൻ്റെ കുഴപ്പമാണ്. രണ്ട്, നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാൻ പ്ലഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ അല്ലെങ്കിൽ വശത്തൊക്കെ തൊടുമ്പം നിങ്ങൾക്ക് ഷോക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മേ ബി നിങ്ങൾ ഉപയോഗിക്കുന്ന അഡാപ്റ്ററിൻ്റെ ചാർജറിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ആ കുത്തിയേക്കുന്ന പ്ലഗിൻ്റെ എർത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാം. രണ്ടാമത്, ഐഫോൺ ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യുന്നവർ സ്ഥിരം ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് വളരെ പാടുപെട്ടിട്ടുള്ള ചില പ്രത്യേക ആംഗിളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരെടുക്കും. പക്ഷേ അവരെടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൻ്റെ ചിലപ്പോൾ ഒന്നെങ്കിൽ താഴെയോ മേളിലോ മൊത്തത്തിലുള്ള കോമ്പസിഷനോ വ്യത്യസ്തമായിരിക്കും. അവരുദ്ദേശിക്കുന്ന പോലെ എല്ലാവർക്കും ലഭിക്കുന്നു. സോ അങ്ങനെയുള്ള ക്രിയേറ്റീവ് മൈൻഡ്സിനോട് എനിക്ക് പറയാനുള്ളത്, ക്യാമറ ആപ്പിനകത്ത് ഗ്രിഡ് ഓപ്ഷനും അതോടൊപ്പം തന്നെ ഈ ഒരു ലെവൽസും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സെറ്റിംഗ്സിൽ ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ ക്യാമറയുടെ ഓപ്ഷനിലേക്ക് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ കോമ്പോസിഷനകത്ത് ഗ്രിഡ്, ലെവൽ, ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്യുക. ഇതെനിക്ക് തോന്നുന്നു ഐഫോൺ 12 മുതലുള്ള ഐഫോണുകളിൽ അല്ലെങ്കിൽ ഡിവൈസുകൾക്ക് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് താഴേക്കുള്ള ഡിവൈസിൽ 10S-ലും 11-ലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെക്കൊണ്ട് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണ്, കാണുന്നതൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ചിലർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നു എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്, പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഐഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോ, വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷെയർ ഷീറ്റിൻ്റെ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന നമ്മുടെ പേഴ്സണലായിട്ട് സേവ് ചെയ്തേക്കുന്ന ആളുകളുടെ നമ്പരും കാര്യങ്ങളും അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. അതാണ് ക്വിക്ക് ഷെയർ. സോ ഈ ഒരു ക്വിക്ക് ഷെയർ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ കൂട്ടത്തിൽ നിൽക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമുക്കിതൊരു പ്രോബ്ലമാണ്. സോ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ സിറി എന്ന് പറയുന്ന ഓപ്ഷൻ, സിറി ആൻഡ് സെർച്ച് ഓപ്ഷനിൽ പോവുക. അവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് സജഷൻ ഫ്രം ആപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഷോ വെൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഫോട്ടോസ് ആപ്പിനകത്ത് പോയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്വിക്ക് ഷെയർ ഓപ്ഷൻ കാണത്തില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ കോൺടാക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ കാണത്തില്ല. അല്ലാതെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമത്, നിങ്ങൾ മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഐഫോൺ ഉണ്ട്, നിങ്ങളുടെ സെയിം ആപ്പിൾ ID തന്നെയാണ്, ഇതേ സെയിം ആപ്പിൾ ID തന്നെയാണ് നിങ്ങളുടെ മറ്റ് ഐഫോണുകളിലും സൈൻ ഇൻ ചെയ്തേക്കുന്നെങ്കിൽ നമുക്കറിയാം ഈ ഒരു നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫോണിൽ വരുന്ന കോള്, അതേ കോള് തന്നെ നിങ്ങളുടെ മറ്റ് ഐഫോണുകളിൽ, നിങ്ങൾ എത്ര ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ ആ ഐഫോണുകളിലെല്ലാം തന്നെ കോളും വരും. അതോടൊപ്പം ഐപാഡ് ഉണ്ടെങ്കിൽ അതിലും കോൾ വന്നേക്കാം. സോ ഇങ്ങനെയുള്ള കാര്യം എങ്ങനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. ഇതിൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. കോൾസിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം വൈഫൈ കോളിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് കോൾ ഓൺ അതർ ഡിവൈസസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മെയിൻ ഫോണിൽ വരുന്ന കോളുകളൊന്നും മറ്റ് ഐഫോണുകളിലേക്ക് വരത്തില്ല. അഞ്ചാമത്, നമ്മളുടെ ഫോൺ നമ്മൾ ഡയറക്റ്റ് സണ്ണിൻ്റെ കോൺടാക്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഫോൺ ഇതുപോലുള്ള വാർണിംഗ്, അതായത് ടെമ്പറേച്ചർ ഹൈ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർണിംഗ് ഒക്കെ പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഒന്നെങ്കിൽ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൻ്റെ മേലിൽ, അല്ലാന്നുണ്ടെങ്കിൽ സണ്ണിൻ്റെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടാകുന്ന പല ടേബിളിൻ്റെ മേലിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിങ്ങൾ ഫോൺ വെച്ചേക്കുന്നത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റ് ജനറേറ്റ് ആയി കഴിയുമ്പോൾ അത് ബാറ്ററി പെട്ടെന്ന് ഡീഗ്രേഡ് ആകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്തും
വളരെ പെട്ടെന്ന് തന്നെ ഡിഗ്രേഡ് ആവും. അത് കുറച്ച് കാലം കഴിയുമ്പോൾ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് സൺ കോൺടാക്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഫോൺ മിസ്പ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുമോ. 1-2 മിനിറ്റൊക്കെ നമ്മൾ വെറുതെ വെച്ച് നോക്കുന്നതിനോ യൂസ് ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അതല്ലാതെ കുറേ നേരത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ഈ സൺ കോൺടാക്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ വെക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നീട് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, സ്ക്രീൻ ടൈമിനകത്ത് നമുക്ക് കണ്ടൻറ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് അലൗഡ് ആപ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ബിൽറ്റിനായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചില ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസും ഇവിടുന്ന് ചിലപ്പം ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ അത് ഫങ്ഷൻ ചെയ്യത്തില്ല. ഒന്നാമത് നമ്മൾ മെയിൽ, സഫാരി, ഫേസ് ടൈം, ചില യൂസേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് അവർക്ക് ഫേസ് ടൈം വർക്കാകുന്നില്ല, അല്ലെങ്കിൽ ക്യാമറ എന്തെങ്കിലും ഡിസേബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഷെയർ പ്ലേ, എയർ ഡ്രോപ്പ്, കാർ പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സെറ്റിങ്സ്, കണ്ടൻറ് ആൻഡ് പ്രൈവസി സെറ്റിങ്സിനകത്ത് അലൗഡ് ഫീച്ചേഴ്സ് ആൻഡ് ആപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയിട്ട് ഇത് എല്ലാം എനേബിൾഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളുടെ ആപ്പിൾ ID അല്ലെങ്കിൽ ആപ്പിൾ അക്കൗണ്ടിൻ്റെ ഓപ്ഷൻസിലേക്ക് അല്ലെങ്കിൽ സെറ്റിങ്സിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്ഷനകത്ത് ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞാൽ ഈ 2 ഓപ്ഷൻസ് ഡിസേബിൾ ആണ്, കാണുന്നില്ല, ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അത് നമ്മുടെ സ്ക്രീൻ ടൈമിനകത്തുള്ള മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ്. സ്ക്രീൻ ടൈം ഓപ്ഷനിൽ പോവുക, വീണ്ടും കണ്ടൻറ് ആൻഡ് പ്രൈവസി ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അലൗ ചേഞ്ചസ് ടു എന്ന് പറയുന്നത് ഈ 2 ഓപ്ഷൻസ്, അതായത് പാസ്കോഡ് ആൻഡ് ഫേസ് ID എന്ന് പറഞ്ഞാൽ ഡോണ്ട് അലൗ ആണ് കിടക്കുന്നതെങ്കിൽ അലൗ ചെയ്യുക. അതോടൊപ്പം തന്നെ അക്കൗണ്ട്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് അതും അലൗ ചെയ്യുക. അതുപോലെ നിങ്ങളൊരു കോളിൽ നിൽക്കുവാണ്, നിങ്ങൾക്കൊരു നമ്പർ കിട്ടി, അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് റിമെമ്പർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഫോണിൽ അതിന് പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ കൺട്രോൾ സെൻറ്ററിലുള്ള ക്വിക്ക് നോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ക്വിക്ക് നോട്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പുതിയൊരു നോട്ട് ആപ്ലിക്കേഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അവിടെ നിങ്ങൾക്ക് നമ്പർ ആണെങ്കിൽ നമ്പർ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് ക്വിക്ക് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ iOS 18 വരുമ്പോൾ ഇതിലും കൂടുതൽ ഫീച്ചേഴ്സും ഓപ്ഷൻസും വരുന്നുമുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ്, നിങ്ങൾ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് നമുക്കിപ്പോൾ പിങ്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് ഇതുപോലെ പിങ്ക് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ വാച്ച് നിങ്ങൾ എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. iOS 17.3 അപ്ഡേറ്റ് മുതൽ ഐഫോണിൽ ഉപയോഗിച്ച മറ്റൊരു ഫീച്ചറാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ. ഇത് മിക്കവർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. അതായത് ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന ഓപ്ഷനിൽ പോയി നമ്മൾ പാസ്കോഡ് അടിച്ച് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ. ഇത് ഫേസ് ID ഒന്നെങ്കിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൾ ഐഡിയോ അല്ലെങ്കിൽ ഫൈൻ മൈ എന്ന് പറയുന്ന ഫീച്ചറൊക്കെ ഡിസേബിൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ കിക്കിൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡിവൈസ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി അവർ ഈ പറഞ്ഞ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സോ ഡിസേബിൾ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമുക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഉള്ളത്. എന്നാൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇത് ഡിസേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്കോഡ് ആൻഡ് ഫേസ് ID എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഇത് ഡിസേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമുള്ള ഒരു ലൊക്കേഷനാണ്, അതായത് ഐഫോൺ സ്ഥിരമായിട്ടുള്ള നമ്മുടെ വീട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഓഫീസ് ഇതുപോലുള്ള ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ 1 hour ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡിവൈസ് അല്ലെങ്കിൽ ഈ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഫീച്ചർ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ മറ്റേതെങ്കിലും ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 hour ഡിലേ വരും. ആ ഡിലേ മാത്രമല്ല, നമ്മളെ ഫേസ് ID ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഡിലേ രണ്ടാമത് ബ്രേക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ, എന്നിട്ട് ഡിസേബിൾ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡിലേ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, റിക്വയർഡ് സെക്യൂരിറ്റി ഡിലേ എന്നുള്ളത് ഓൾവേസ് ഫ്രം ഫെമിലിയർ ലൊക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആവുന്നതായിരിക്കും. അതായത് സ്റ്റാർട്ട് സെക്യൂരിറ്റി ഡിലേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 hour ഉണ്ട്. ഈ ഒരു 1 hour ഡൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ചെയ്യാനുള്ള മറ്റൊരു പ്രൊസീജിയറിലേക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ. ഈ ഒരു സീരീസിൽ 2-3 വീഡിയോസും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റു കുറേ ഇൻഫർമേഷൻസും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.